അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാലക്കാട് ടൗണിൽ IMA ജംഗ്ഷനിൽ വാഹനങ്ങളൊക്കെ ബ്ലോക്കാക്കിക്കൊണ്ട് വൃദ്ധയായ ഒരു മുസ്ലിം സ്ത്രീ പരസ്യമായി നിസ്കരിച്ച സംഭവം ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ടു പോകുന്ന ഗുരുതരമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം സംഘികൾ ആ പഴയ വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്നില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ചില നിയമങ്ങളെയും മറ്റുമൊക്കെ കടന്നാക്രമിക്കാനുള്ള ആവേശമാണ്. അതിൻ്റെ കൂടെ ചില സ്വതന്ത്ര ചിന്തകരെന്നൊക്കെ പറയുന്നവരും എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്നവരും കൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ സംഘികളുടെ വലിയ നേതാവായ ശശികല എന്ന് പറയുന്ന ആൾ ഈ സംഭവം നടന്ന ഉടനെ ഫേസ്ബുക്കിൽ എഴുതിയത്, ഇത് ചിഹ്നൻ തലയിൽ കയറിയതോ അതോ മതം തലയിൽ കയറിയതോ എന്നാണ്. ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകാനുള്ള മാന്യത അവർ കാണിച്ചിട്ടുണ്ട്. എന്നാൽ വസ്തുത അറിഞ്ഞതോടുകൂടി വീണ്ടും ഒരു പോസ്റ്റ് അവരിട്ടു. അവർ നീതിക്കായി ചെയ്തതാണെന്ന് ബോധ്യമാകുന്നു. ഭർത്താവ് മരിച്ച ഒരു വിധവക്ക് നീതി തേടി അങ്ങാടിയിലെത്തണമെന്നോ മഹല്ല് കമ്മിറ്റികളും പള്ളിക്കമ്മിറ്റികളും ഇസ്ലാമിക സംഘടനകളും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ കഴിയാത്തവരായോ? കുറഞ്ഞ വാക്കുകളിലാണ്. എന്നാൽ നീട്ടിപ്പരത്തിയിട്ട് ഇസ്ലാമിൻ്റെ വിഷയങ്ങളെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ വിമർശിച്ച കുറേ ആളുകളുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ പൊളിച്ചെഴുതണം, യൂണിഫോം സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവരണം, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ആവശ്യങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ്. എന്നാൽ ഈ പറയുന്ന കക്ഷികൾ മതവിശ്വാസികളാണെങ്കിൽ അവരുടെ മതവിശ്വാസത്തിൽ, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ സ്ത്രീകളുടെ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിയമം അവർക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അവരിന്ന് വാദിക്കുന്ന തരത്തിലുള്ള. പിന്നെ സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ, എക്സ് മുസ്ലിങ്ങൾ, അവർക്കൊക്കെ ഇത് പറയാൻ ധാർമ്മികമായി എന്ത് അവകാശമാണുള്ളത്? കാരണം അവർ സ്വതന്ത്രരല്ലേ. മാതാപിതാക്കളെപ്പോലും ഒരു പരിധിവരെയൊക്കെ ആശ്രയിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രരായി എന്ന് പറയുന്നവർ പിന്നെ അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ സ്വത്തിനു വേണ്ടിയിട്ട് വാദിക്കുന്നത് എന്തു വങ്കത്തരമാണ്. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് സ്ത്രീകളുടെ അനന്തരാവകാശത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇതുപോലെ സംസാരിച്ചിട്ടുള്ള, അതും കൃത്യവും വ്യക്തവുമായി സംസാരിച്ചിട്ടുള്ള ഒരു മതപുസ്തകമോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന യുക്തിവാദികളുടെ എന്തെങ്കിലും ഒരു ലേഖനങ്ങളോ രേഖകളോ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ സ്വത്തവകാശവുമായി സംസാരിക്കുന്നത് തന്നെ ഏത് സാഹചര്യത്തിലാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി മരണപ്പെട്ടു. അദ്ദേഹത്തിന് പെൺമക്കളാണ്. ആ സ്വഹാബിയുടെ സഹോദരൻ സഅദ് റളിയല്ലാഹു അൻഹു ആണ് മരണപ്പെട്ട ആ സ്വഹാബി. ആ സ്വഹാബിയുടെ സഹോദരൻ ഈ സ്വത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയപ്പോൾ ആ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിധവ തിരുനബി തങ്ങളുടെ അടുത്ത് വന്നു പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോഴാണ് തിരുനബി പറഞ്ഞത്, നീ ഒന്ന് ക്ഷമിക്ക്, നിന്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വരും. പിന്നീട് വഹിയിറങ്ങുകയാണ്. സൂറത്തുൻ നിസാഇൻ്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ ഒരു സ്ത്രീയുടെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖുർആനിൻ്റെ ആയത്ത് തന്നെ അവതരിക്കുന്നത്. എന്നിട്ട് എന്താ അള്ളാഹു പറഞ്ഞത്? ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന. പുരുഷന്മാർക്ക് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും അവർ മരണപ്പെട്ടതിന് ശേഷമുള്ള അവരുടെ സ്വത്തിൽ അനന്തരാവകാശമുണ്ട്. പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞ് നിർത്തിയില്ല.
ഉടനെ അള്ളാഹു പറഞ്ഞു വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ, സ്ത്രീകൾക്കുമുണ്ട് മിമ്മ കല്ല മിൻഹു ഔ കസുറ, അതെത്ര കുറഞ്ഞതാകട്ടെ കൂടിയതാകട്ടെ സ്ത്രീകൾക്കും അതിനകത്ത് അവകാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു തആല നിങ്ങളെ ഉപദേശിക്കുന്നു, നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ സ്വത്തവകാശത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കാൻ, അതും കൃത്യമായിട്ട് പുരുഷന്മാർക്ക് എത്ര കൊടുക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞില്ല. അതേസമയം സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അനന്തരാവകാശത്തിൻ്റെ കണക്ക് കണിശമായി പറഞ്ഞു. എന്താ അല്ലാഹു തആല പറഞ്ഞത്? ഇവർ പൊതുവെ വിമർശിക്കുന്ന ഒന്ന് പുരുഷന് ഇരട്ടി കൊടുക്കുന്നു എന്നാണ്. അതാണ് ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, സ്ത്രീകൾക്കുള്ളതിൻ്റെ ഇരട്ടി അവകാശം പുരുഷന്മാർക്കുണ്ട്. ഈ പറഞ്ഞതിനെയാണ് ഇവർ പലപ്പോഴും വിമർശന വിധേയമാക്കുന്നത്. സ്ത്രീകൾക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി പുരുഷന്മാർക്കുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന് കൊടുത്തുകൊള്ളണം എന്ന നിയമമല്ല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ളതിൻ്റെ കാരണം? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു ബാധ്യതയും ഇസ്ലാം അവരെ ഏൽപ്പിക്കുന്നില്ല. അവർ കുട്ടിയാകുമ്പോൾ മാതാപിതാക്കൾ സംരക്ഷിക്കണം, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് സംരക്ഷിക്കണം, പ്രായമായി കഴിഞ്ഞാൽ മക്കൾ സംരക്ഷിക്കണം. എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീകളുടെ സംരക്ഷണ ഉത്തരവാദിത്തം പുരുഷന്മാരെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. തിരിച്ചു പുരുഷന്മാരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും സ്ത്രീകൾക്ക് അള്ളാഹു കൊടുത്തില്ല. സ്ത്രീകൾക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും അവർക്ക് ജോലി ചെയ്യാം, സമ്പത്തുണ്ടാക്കാം. അതിനൊക്കെ അനുവാദം കൊടുക്കുമ്പോഴും ആ സമ്പത്ത് ചെലവഴിക്കാൻ ഒരു നിർബന്ധ ബാധ്യതയും സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടില്ല. എത്രത്തോളം ലക്ഷങ്ങൾ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ കിടന്നാൽ പോലും ആ സ്ത്രീയുടെ ഭക്ഷണം, ആ സ്ത്രീയുടെ വസ്ത്രം, അതൊക്കെ ഒരു പുരുഷൻ്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചെലവ് സ്ത്രീകൾക്കില്ല. പുരുഷനോ സാമ്പത്തികമായ ചെലവ് ധാരാളം വരുന്നു. അങ്ങനെ ചില സാഹചര്യത്തിൽ സ്ത്രീകളെക്കാൾ സ്ത്രീകൾക്കുള്ള അവകാശത്തിൻ്റെ ഇരട്ടി പുരുഷന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയല്ല താനും. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കിട്ടുന്ന രംഗങ്ങളുമുണ്ട്. അത് നമ്മുടെ ഈ സ്വത്തവകാശം അത് വീതിക്കുന്നതിൻ്റെ നിയമം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കിതാബുകളിൽ അതിന് ഫറായിദ് എന്നാ പറയുക. അതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇന്നാളുണ്ടെങ്കിൽ ഇന്നാൾക്ക് എത്ര കിട്ടും, ഇന്നാളില്ലെങ്കിൽ എത്ര കിട്ടും, അങ്ങനെയൊക്കെയുള്ള കുറേ ചർച്ചകളുണ്ട്. അത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന സമയമല്ല. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ ഫഇൻ കുന്ന നിസാഅൻ ഫൗക സ്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക്, ആ പെണ്ണുങ്ങൾ രണ്ടു പേരിൽ കൂടുതലാണെങ്കിൽ, മൂന്നോ മൂന്നിലധികമോ ആണെങ്കിൽ അവർക്ക് ആ അനന്തരാവകാശത്തിൻ്റെ 1/3 അവകാശപ്പെട്ടതാണ്. കൃത്യമായി 1/3 എന്നവിടെ പറയുന്നു. വഇൻകാനത്ത് വാഹിദത്തൻ, ഇനി ഒരു മോളെ ഉള്ളെങ്കിലോ ഫലഹൻ നിസ്ഫ്, അവൾക്ക് ആ സ്വത്തിൻ്റെ പകുതി അവകാശപ്പെട്ടതാണ്. വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ് മിമ്മാ തറക ഇൻ കാന ലഹു വലദുൻ, ഇനി ആ മരിച്ച ആൾക്ക് മകനുണ്ടെങ്കിൽ ആ മരിച്ച ആളുടെ മാതാപിതാക്കൾക്ക് 1/6 കിട്ടും എന്ന് പറയുന്നു. ഇവിടെ ഒരു ഭാഗത്തു മാത്രമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നിടത്ത് പിതാവിന് കൃത്യമായൊരു കണക്ക് പറയുന്നത്. അത് മാതാവും പിതാവും കൂടി ചേരുമ്പോഴുമാണ്. എന്നിട്ടോ ഫഇല്ലം യകുല്ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസ്,
മകനില്ലെങ്കിൽ, ആ മരിച്ച ആൾക്ക് മകനില്ലെങ്കിലോ ഉമ്മയ്ക്ക് 1/3 കൊടുക്കണം. ഫഇൻ കാന ലഹു ഇഖ്വത്തുൻ ഫലിഉമ്മിഹി സുദുസ്. ആ മരിച്ച ആൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് 1/6 കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഒരു സ്ത്രീക്ക് കിട്ടേണ്ടതിൻ്റെ കൃത്യമായ ഓഹരി അള്ളാഹു വ്യക്തമായി പറയുകയാണ്. പുരുഷന് കിട്ടേണ്ടത് അവിടെ ഒന്നും പരാമർശിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്കൊരു തരത്തിലും അവിടെ കുറവ് സംഭവിക്കാൻ പാടില്ല. നിന്നെ ഞാനല്ലേ പഠിപ്പിച്ചത്, നിന്നെ ഞാനല്ലേ കെട്ടിച്ചത്, നിന്നെ ഞാനല്ലേ സംരക്ഷിച്ചത്, അതുകൊണ്ട് നിനക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ് വെട്ടിച്ചുരുക്കാനൊന്നും ന്യായമില്ല. കൃത്യമായി കണക്ക് പറഞ്ഞു. ഇങ്ങനെ സ്ത്രീകളുടെ സ്വത്തവകാശത്തിൽ ഇടപെട്ട് സംസാരിച്ച ഇതുപോലെ ഒരു നിയമം ഏതെങ്കിലും ഒരു മതപുസ്തകത്തിൽ ആർക്കെങ്കിലും, ഇപ്പം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പലരും വിമർശിക്കുകയാണല്ലോ, കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല എന്നതാ വസ്തുത. ഇതിനിടയിൽ അനാഥകളെ സംരക്ഷിക്കുന്ന സ്വത്ത്, അനന്തരാവകാശ സ്വത്തിൻ്റെ നിയമം പറയുന്നതിൻ്റെ ഇടയിൽ അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങളീ പറയുന്ന പരിഹാസവും ആക്ഷേപവുമൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നതല്ലാതെ ഈ നിയമത്തെ മാറ്റിവെച്ചുകൊണ്ട് വേറൊരു പദ്ധതി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് കുറഞ്ഞ സമയത്തിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നതല്ല, പറ്റുന്നത്രയുമാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സഖാഫി ഉസ്താദ് എളമരം ഈ വിഷയത്തിൽ സുന്ദരമായൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ഒന്ന് കാണണം. വളരെ ലളിതമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഉസ്താദ് അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാകും ഇസ്ലാമിലെ സ്വത്തവകാശത്തിൽ സ്ത്രീകൾക്ക് ഒരു അവകാശവുമില്ലേ എന്നതൊക്കെ. എന്തായാലും അങ്ങനെ ഒരു സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടന്ന സംഭവമാണ്. അവർ മഹല്ലിൽ പരാതി പറഞ്ഞിട്ടുണ്ടോ, ശശികല പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും രീതിയിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് ശശികലക്കും അറിയില്ല. അവരേത് സാഹചര്യത്തിലാണ് ഇങ്ങനെ വന്ന് ഒരു പ്രതിഷേധ സമരം നടത്തിയത് എന്നും അറിയില്ല. ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ, അതുപോലെ നിസ്കാരം കൊണ്ടൊരു പ്രതിഷേധം കാണിക്കാൻ, ഇതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. എന്തായാലും ആ ഉമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇസ്ലാമിൻ്റെ നേരെ കുതിര കയറാൻ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഒരു മതിയായ ആയുധമല്ല എന്നുകൂടി പറയുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.